യെസ്, അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഞാൻ എന്താ ഒരു ബൗള് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ റോസ്റ്റഡ് റവ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. യെസ്, ഇനി ഞാൻ എന്താ 2 പാളയം കൂടെ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 4-5 പീസ് ഏലക്കയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. യെസ്, കൈകൊണ്ട് നമ്മൾ ചേർത്താലും ഉടച്ച് ചേർത്താലും മതി. അതിൽ നല്ലത് മിക്സിയിലാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ആയിരിക്കും. ചെറിയ പീസായിട്ട് ഇട്ടിട്ട് 4-5 ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. യെസ്, നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊത്തിയെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. നമ്മളപ്പോൾ ഇതിൽ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ പഴത്തിൻ്റെ മിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നല്ലപോലെ ഉരുക്കിയിട്ട് അരിച്ചെടുത്തിരിക്കുന്ന ശർക്കര പാനിയാണ്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് പിന്നെ ഒഴിക്കാം. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തവി വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നത്. യെസ്, നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ എള്ളും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചേർത്തു. യെസ്, അപ്പോൾ നമ്മുടെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. യെസ്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെസ്, നല്ല യമ്മി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.